നമസ്കാരം. മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാല വരുന്നത്. നാളെയാണ് മാർച്ച് 13. പൊങ്കാല അർപ്പിക്കുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ദേവിയുടെ അനുഗ്രഹമായി തന്നെ കണക്കാക്കാം. ആറ്റുകാലിൽ പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ മുൻപിലാണ് എങ്കിലും പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമായി തീരും. എന്നാൽ ദേവിയുടെ അനുഗ്രഹത്താൽ നാളെ മുതൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന നക്ഷത്രക്കാരുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ദേവിയുടെ അനുഗ്രഹത്താൽ കൂടുതലായും അനുഗ്രഹങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. ജാതക പ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. ആറ്റുകാലമേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഒരു നിമിഷം ആറ്റുകാലമയെ ഏവരും വന്ദിക്കുക. അശ്വതി നക്ഷത്രക്കാർ പലവിധ പ്രശ്നങ്ങളിലൂടെയും കടന്ന് പോകുന്നവരാണ്. ധനപരമായ പ്രയാസങ്ങളോ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാതെ കുഴയുന്നതായ സാഹചര്യമോ ജീവിതത്തിലുണ്ട്. കാര്യ തടസ്സങ്ങൾ അലട്ടുന്നതായ ഒരു പ്രശ്നവും ജീവിതത്തിലുണ്ട്. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങളോ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യമോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാണ്. അത് പല കാര്യങ്ങളിലും പ്രകടമാകും എന്നതാണ് വാസ്തവം. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, തൊഴിൽ ലഭിക്കുക, മനസ്സിന് ശാന്തി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വീടിന് പോലും ഐശ്വര്യം ചൊരിയുവാൻ സാധിക്കുന്നതായ സമയം. ഒപ്പമുള്ളവർക്ക് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾ മൂലം വന്നു ചേരും. നിങ്ങളുടെ പ്രവൃത്തി മൂലം നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പമുള്ളവർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ടോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾ പൊങ്കാല അർപ്പിക്കാതിരിക്കരുത്. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. അടുത്ത പൊങ്കാലയ്ക്ക് മുൻപായി തീർച്ചയായും ആറ്റുകാലിൽ ദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ദേവിയുടെ അനുഗ്രഹത്താൽ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അനുകൂലമായ കാര്യങ്ങൾ, പ്രശംസ നേടിയെടുക്കുക, കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കുക, തൊഴിലിടത്ത് ഉന്നതി നേടുവാൻ സാധിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക, ശുഭവാർത്തകൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പല കാര്യങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന, അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ചില വ്യക്തികൾ മൂലമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ വിഷമതകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. അമ്മയുടെ അനുഗ്രഹത്താൽ, അമ്മയുടെ അനുഗ്രഹ വർഷത്താൽ തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അടുത്ത പൊങ്കാലയ്ക്ക് മുമ്പ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ആറ്റുകാൽ പൊങ്കാല മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും. ദേവി കടാക്ഷത്താൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഐശ്വര്യം വന്നു ചേരുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. യശസ്, സൽകീർത്തി നിങ്ങളിലേക്ക് വന്നു ചേരും. തലവര തെളിഞ്ഞിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പ്രശംസ നേടിയെടുക്കുക. കൂടാതെ ഈ സമയം മംഗള കാര്യങ്ങളിൽ പങ്കെടുക്കുക, അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്താനയോഗം പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉയർച്ച, വിദ്യയിൽ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പലവിധ പ്രശ്നങ്ങളുണ്ട്.
പുറത്ത് പറയുവാൻ സാധിക്കാത്തതായതോ അല്ലെങ്കിൽ പറഞ്ഞിട്ടും ഫലം ലഭിക്കാത്തതായ ചില കാര്യങ്ങളുണ്ട്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ഇത്തരത്തിൽ പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം. ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ ഈ സമയം ആറ്റുകാലിൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അടുത്ത പൊങ്കാലയ്ക്ക് മുൻപായെങ്കിലും ആറ്റുകാലിൽ ദർശനം നടത്തുവാൻ ഏവരും ശ്രമിക്കുക. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുകൂലമാകും എന്ന് ഉറപ്പുള്ളതായ ചില കാര്യങ്ങൾ പ്രതികൂലമായി തീരുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാത്തതായ സാഹചര്യം, നേട്ടങ്ങളോ സന്തോഷകരമായ നിമിഷങ്ങളോ കുറഞ്ഞു വരുന്നതായ സാഹചര്യം, പല കാര്യങ്ങളും നിങ്ങൾക്ക് അകലെയാണ് എന്ന തോന്നൽ മനസ്സിലുണ്ട്. എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ കടന്ന് വരാവുന്നതാണ്. സ്വപ്നത്തിൽ പോലും കാണുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ വരെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ആർക്കോ വേണ്ടി ജീവിക്കുന്നു എന്ന രീതിയിലാണ് മുൻപോട്ട് പോകുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് പല കാര്യങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾ വിചാരിക്കുന്നതിലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പരിഹസിക്കലും കുറ്റപ്പെടുത്തലുകളും നിരവധി തവണ കേട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. സ്വയം പ്രവർത്തിച്ച് വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പൊങ്കാല അർപ്പിക്കുക. ആറ്റുകാലിൽ അടുത്ത പൊങ്കാലയ്ക്ക് മുൻപായെങ്കിലും ഏവരും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ അനുഗ്രഹം ഇരട്ടിയായി ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്താം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും ആഗ്രഹങ്ങൾ നടക്കാത്തതായ സാഹചര്യവും ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സൗഭാഗ്യങ്ങൾ തേടിയെത്തുക, പുതിയ തൊഴിൽ ലഭിക്കുക, പ്രതീക്ഷിക്കാതെ സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക. പണം ഇറക്കിയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരുകയോ ചെയ്യാം. ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് മുൻപിലുള്ളത്. കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയം. സന്താനയോഗം, പ്രണയ സാഫല്യം, വിവാഹയോഗം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയം. ഇത്തരത്തിൽ ദേവിയുടെ അനുഗ്രഹത്താൽ പല വിധത്തിലും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. കാരണം ദേവിയെ ഈ സമയം നിങ്ങൾ ആരാധിക്കുകയും പൊങ്കാല അർപ്പിക്കുവാൻ സാധിക്കും എങ്കിൽ തീർച്ചയായും പൊങ്കാല സമർപ്പിക്കുക. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ആറ്റുകാലിൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അടുത്ത പൊങ്കാലയ്ക്ക് മുൻപ് ആറ്റുകാലിൽ ദർശനം നടത്തുകയും ചെയ്യണം. തീർച്ചയായും ദേവിയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ ഇത്തരത്തിൽ അനുകൂലമായി ഭവിക്കും. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അനുകൂലമാകും എന്ന് വിചാരിക്കും. എന്നാൽ പിന്നീട് ആ കാര്യങ്ങൾ പ്രതികൂലമാവുകയോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാത്തതായ സാഹചര്യമോ ഉണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം. തൊഴിൽ രംഗത്ത് തിളങ്ങുക. ധനലാഭം ജീവിതത്തിലേക്ക് വന്നു ചേരുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒരു പരിധിവരെ അകലുക. ഐശ്വര്യം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുക. പ്രതീക്ഷിക്കാതെ തന്നെ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വീടിന് തന്നെ ഐശ്വര്യം നൽകുവാൻ, കുടുംബത്തിന് ഐശ്വര്യം നൽകുവാൻ സാധിക്കുന്ന സമയമാകുന്നു.
പുതിയ കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിച്ചാൽ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രധാനമായും സന്തോഷം ജീവിതത്തിൽ നിറയുന്നതായ സമയമാണ്. മനസ്സിനെ അലോസരപ്പെടുന്നതായ പലവിധ ചിന്തകളും ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ദേവിയെ നിങ്ങൾ ആരാധിക്കുക, ദേവി മന്ത്രങ്ങൾ ജപിക്കുകയും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ആറ്റുകാലിൽ പോകുവാൻ സാധിച്ചില്ല എങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പൊങ്കാല അർപ്പിക്കുക. അടുത്ത പൊങ്കാലയ്ക്ക് മുൻപായി ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തേണ്ടതും അനിവാര്യമാണ്. ദേവി കടാക്ഷത്താൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. പലപ്പോഴും കുറ്റപ്പെടുത്തലുകൾ, അവഹേളനങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് ഇവർ. പല കാര്യങ്ങളിലും തിരിച്ചടികൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ജീവിതത്തിൽ സംഭവിക്കുന്നതുമാണ്. അതിൽ മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പൊതുപ്രവർത്തനം, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച, വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരും. വീടിന് തന്നെ ഐശ്വര്യമായി മാറുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ശുഭവാർത്തകൾ, ശുഭമുഹൂർത്തങ്ങൾ, ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. പ്രശംസ നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുക. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ആറ്റുകാലിൽ പോകുവാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത പൊങ്കാലയ്ക്ക് മുൻപായെങ്കിലും തീർച്ചയായും ആറ്റുകാലിൽ ദർശനം നടത്തണം. ദേവി മന്ത്രങ്ങൾ ജപിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. ഏർപ്പെടുന്നതായ പല കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, തടസ്സങ്ങൾ, വിള്ളൽ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതായ സാഹചര്യം, പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സാഹചര്യം, വഞ്ചിക്കപ്പെടുന്നു എന്നതും വാസ്തവമാണ്. ചില വ്യക്തികൾ മൂലം കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതായ അവസ്ഥ, ആരോഗ്യ കാര്യങ്ങളിലും ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആകുലതകൾ ഉണ്ട്. പല കാര്യങ്ങളിലും വഴി മുടക്കുകളാണ് ഉള്ളത്. മനസ്സ് മടുപ്പിക്കുന്നതായ കാര്യങ്ങൾ, കുടുംബത്തിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുന്നതായ സാഹചര്യം, ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങളും മറ്റ് സന്തോഷകരമായ നിമിഷങ്ങളും ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇത് അനുകൂലമായി പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുക, കാര്യ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങൾക്ക് ദേവി കടാക്ഷത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന, ഇരട്ടിയായി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. ഈ സമയം ദേവിയെ ആരാധിക്കുകയും പൊങ്കാല അർപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും ഈ പൊങ്കാലയ്ക്ക് ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അടുത്ത പൊങ്കാലയ്ക്കെങ്കിലും ദർശനം നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിനു മുൻപായെങ്കിലും ദർശനം നടത്തേണ്ടത് അനിവാര്യമാകുന്നു. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നു എങ്കിൽ പോലും അത് ദീർഘകാലം ഒപ്പം നിർത്തുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ധനപരമായ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാം. ദേവിയുടെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സമ്പൽ സമൃദ്ധിയാണ് ഫലമായി വന്നു ചേരുക. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. കലഹങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ഇഷ്ട ആഹാരം നിങ്ങളെ തേടിയെത്തും. ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യം. പല കാര്യങ്ങളിലും ചിന്തകൾ ഒഴിവാക്കി സന്തോഷകരമായ നിമിഷങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും.
കാര്യ തടസ്സങ്ങൾ അകന്ന് കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. നിങ്ങൾ ചെയ്യുന്നതായ മേഖലകളിൽ, പ്രവർത്തിക്കുന്നതായ മേഖലകളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ പൊങ്കാല അർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അടുത്ത പൊങ്കാലയ്ക്ക് മുൻപായി തീർച്ചയായും ആറ്റുകാലിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാകുന്നു.